നിങ്ങളെ ക്യാമ്പിൽ ഒരു മ്ലാനതയുണ്ട്, അത് ഞാൻ തുറന്ന് സമ്മതിക്കുന്നു. ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, കല്യാണത്തിന് ഞാനും പോകുന്നുണ്ട്, ഞാൻ MLA കുന്തൊന്നും ആയിട്ടില്ലെങ്കിലും എല്ലാ പ്രവർത്തകരും രോഷത്തോടു കൂടി പറയുന്നു. 4-ാം തീയതി വിജയം കിട്ടി, 5-ാം തീയതി 6-ാം തീയതി കയറി ഇരുന്ന് വലിയ ആഹ്ലാദപ്രകടനത്തിന് വേണ്ടി പഴക്കം വാങ്ങി കാത്തിരിക്കുന്ന ഞങ്ങളെ പ്രവർത്തകർ കുറെ ദിവസമായി. എന്താ അവരോട് പറയാ? അപ്പൊ പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തിന് എന്താണ് ചെയ്യാൻ പറ്റുമോ? ഒരു ഘടകകക്ഷികൾക്ക് ഞങ്ങൾക്ക് വേഗത്തിൽ കാര്യങ്ങൾ തീരുമാനിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതിന് കോൺഗ്രസിന്റെ നേതാക്കളോട് ചോദിച്ചാൽ ഡൽഹിയിൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ടില്ല വന്നത്, ബോംബെയിൽ അത്ര ആയിരുന്നല്ലോ. അവർക്ക് അതല്ലാതെ വേറെ എന്ത് ഉത്തരവാ പറയാ? അവർക്കും പ്രശ്നമുണ്ട്, അവര് വിങ്ങി പൊട്ടുന്നുണ്ട് അവരെ പ്രവർത്തകര്. ഇപ്പൊ ജിൻഡോ ഒക്കെ ഇങ്ങനത്തെ ഒരു ജിൻഡോനെ കണ്ടോ നമ്മള്? കടുവൊക്കെ പരി പിടിച്ചേരില്ലേ? എന്തായാലും കാരണം വിഷമം കൊണ്ടാ. ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ആളാ ജിൻഡോ ഒക്കെ. ഞങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷമായി. കഴിഞ്ഞ 5 വർഷമായി വൈകുന്നേരം 4-5 പേരുടെ മുമ്പിൽ വിചാരണയ്ക്ക് കിടന്നുകയറിയ ഞങ്ങള് ഇല്ലേ? എത്ര നിങ്ങളൊക്കെ ചീത്ത കേട്ടിന് ഈ സർക്കാരിന്റെ ഇത് വിളിച്ചു പറയാൻ? ഞങ്ങളും പണിയെടുത്തവരാ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കൊക്കെ ഭയങ്കര നീറ്റലുണ്ട് ഇവിടെ. സാധാരണ സഭ്യം കൊണ്ടായിരുന്നു നിങ്ങളെ നേരെ ചാടിക്കളിക്കുന്ന ഞാനും ജിൻഡു എന്താ ചെയ്തത്? വേഗം ഒരു വർത്തമാനം പറഞ്ഞ് വേഗം ഉൾവലിയാണ്. അതൊരു നിവൃത്തികേടാണ്. എന്റെയും ജിൻഡോന്റെയും ഒക്കെ നേതാക്കളോട് എത്രയും പെട്ടെന്ന് ജനത്തിന് രോഷമുണ്ടാവും, സംശയം. ഈ പടക്കം മഴ ചെയ്ത തണുത്തോലിയത് ഈ പടക്കം വാങ്ങി കുത്തിരിക്കുക അതിന്റെ മുകളില് ഇത് പൊട്ടിക്കാൻ വേണ്ടി അധികാരം ഏറണത്. ഇത് ഇങ്ങനെ നീണ്ടുപോയ എവിടെത്തും? ഇതിപ്പോ ഞങ്ങളെ നേതാക്കന്മാരും ഞങ്ങളെ മുന്നണിയാണല്ലോ. കോൺഗ്രസ് ഞങ്ങളെ ജ്യേഷ്ഠനെ പോലെയാണ്. അതിനെ നേതാക്കളൊന്ന് കേൾക്കട്ടെ. ഞങ്ങളൊക്കെ ഒരു വേദന എത്രയും പെട്ടെന്ന് ആകണം. ഇത് സമയം എടുത്താൽ ഇവിടെ ഇബിലീസ് ഇറക്കും. ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്.